ഉണ്ണി ബാലകൃഷ്ണൻ, 2015 കൽക്കട്ടയിലെ പ്ലീനം, അതെ. 2013 പാലക്കാട് പ്ലീനം. ഈ രണ്ട് പ്ലീനങ്ങളിലും ഈ തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള വലിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ പണത്തോടുള്ള ആർത്തിയടക്കം, റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതെ. ഇന്ന് 2025 കൊല്ലം സമ്മേളനത്തിലും പ്രവർത്തക സമിതി റിപ്പോർട്ടിൽ അക്കമിട്ടു പറയുന്നുണ്ട് വ്യതിചലനങ്ങളും ഒപ്പം തന്നെ അനഭിലഷണീയമായ പ്രവണതകളും. ഇതൊരു തിരുത്താനുള്ള തുടക്കമാണോ, ശുദ്ധീകരണത്തിനാണോ പാർട്ടി തയ്യാറെടുക്കുന്നത്? പാർട്ടി സ്വയം ശുദ്ധീകരിക്കേണ്ട പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ തന്നെ ചില അനഭിലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പാർട്ടി പറയുന്നത് വിഭാഗീയ പ്രവണതകൾ ശക്തിപ്പെടുന്നു പാർട്ടിക്കുള്ളിൽ എന്നുള്ളതാണ്. നോക്കൂ, വിഭാഗീയത എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂതകാലത്തിൽ കേട്ടിരുന്നൊരു വിഭാഗീയതയല്ല. ഭൂതകാലത്തിൽ നമ്മൾ കേട്ടിരുന്ന വിഭാഗീയത എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിലുള്ള വിഭാഗീയതയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ 95 കൊല്ലം സമ്മേളനത്തിലാണല്ലോ യഥാർത്ഥത്തിൽ വിഭാഗീയതയുടെ ഒരു തുടക്കമാകുന്നത് എന്നുള്ളതാണ്. വെട്ടിനിരത്തൽ എന്നൊരു പ്രയോഗം തന്നെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൊല്ലം സമ്മേളനത്തിൽ നിന്നാണ്. 95 കൊല്ലം സമ്മേളനത്തിൽ നിന്ന്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് CITU പക്ഷത്തെ VS അച്യുതാനന്ദൻ പക്ഷം ശക്തമായി നേരിടുകയാണ് ചെയ്തത്. അന്ന് EK നായനാരാണ് പാർട്ടി സെക്രട്ടറി ആകുന്നത്. അപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്നാണെങ്കിലും VB ചെറിയാനാണെങ്കിലും രവീന്ദ്രനാഥാണെങ്കിലും MM ലോറൻസ് ആണെങ്കിലും സുശീല ഗോപാലനാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള വലിയൊരു CITU പക്ഷത്തെ ഒതുക്കിക്കൊണ്ട് നായനാരെ പാർട്ടി സെക്രട്ടറി ആക്കിക്കൊണ്ട് ഒരു വിഭാഗീയ പ്രവർത്തനം പാർട്ടിക്കുള്ളിൽ ആരംഭിക്കുന്നത് 95 കൊല്ലം സമ്മേളനത്തോടു കൂടിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് VS പക്ഷവും പിണറായി പക്ഷവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് പക്ഷങ്ങൾ വേർതിരിഞ്ഞ് വലിയ രീതിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ആ വിഭാഗീയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ പാർട്ടി നേതൃതലത്തിൽ സംഭവിച്ച വിഭാഗീയ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ആ സ്വഭാവമില്ല. ഏതെങ്കിലും ഒരു വിഭാഗമായി സംസ്ഥാന നേതൃത്വത്തിൽ 2 or 3 വിഭാഗങ്ങളായിട്ട് ചേരിതിരിഞ്ഞ് ഇപ്പോൾ പാർട്ടിയിൽ അങ്ങനെ ഒരു വിഭാഗീയ പ്രവർത്തനമില്ല. എന്നാൽ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ പലതരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളുണ്ട്. അതിനൊട്ടേറെ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ വിജയസാധ്യതയ്ക്ക് തിരിച്ചടിയുമാകുമെന്ന കാര്യത്തിൽ എന്താ സംശയം? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 2021 അമ്പലപ്പുഴയിൽ നടക്കുന്ന മത്സരം. ആ അമ്പലപ്പുഴയിൽ നടന്ന മത്സരത്തിൽ H. സലാം വിജയിച്ചു വന്നു. CPMൻ്റെ സ്ഥാനാർത്ഥി സലാമാണ് വിജയിച്ചു വന്നത്. പക്ഷേ സലാമിനൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. ആ പരാതി എന്താണ്? G. സുധാകരൻ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. എളമരം കമ്മീഷൻ എന്നാണ് ആ കമ്മീഷൻ അറിയപ്പെടുന്നത്. എളമരം കരീമിൻ്റെ നേതൃത്വത്തിലാണ് ആ കമ്മീഷൻ അവിടെ ഒന്ന് തെളിവെടുപ്പൊക്കെ നടത്തിയത്. പാർട്ടിക്ക് എന്നിട്ട് സുധാകരനെ താക്കീത് ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? 2016 G. സുധാകരൻ അമ്പലപ്പുഴയിൽ നേടിയ ഭൂരിപക്ഷം എത്രയാണെന്നറിയാമോ? 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. സലാം ജയിക്കുമ്പോൾ സലാമിൻ്റെ 2021 കിട്ടുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. നേർ പകുതിയായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞു. അന്ന് വേണ്ട വിധത്തിൽ സുധാകരൻ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായിട്ട് വന്നത്. ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവണതകൾ പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഏറ്റവും അവസാനം ആലപ്പുഴ തന്നെ ഉദാഹരണം എടുത്താൽ, അല്ലെങ്കിൽ കൊല്ലത്ത് ഏറ്റവും അവസാനം കണ്ടത് എന്താ? കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സമ്മേളനം നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു വിഭാഗം മാർച്ച് ചെയ്ത് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പുറത്തുനിന്ന് പൂട്ടിയിടുകയാണ് കണ്ടത്. പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ബദൽ സമ്മേളനം തന്നെ സംഘടിപ്പിച്ചു. അവിടെ ഒരു പാർട്ടി ഓഫീസ് തന്നെ പണിതു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടേണ്ടി വന്നു. അവിടെ എന്താണ്? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബുവും NN കൃഷ്ണദാസും 2 തട്ടിൽ നിൽക്കുന്നു എന്നുള്ള പ്രശ്നം വരുന്നു. ഈ രീതിയിൽ വിഭാഗീയ പ്രവണതകൾ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും പല പാർട്ടി ഘടകങ്ങളിലും പ്രാദേശിക ഘടകങ്ങളിലും ജില്ലാ ഘടകങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കണ്ണൂർ അത്ര ഭദ്രമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കണ്ണൂർ വളരെ തലയെടുപ്പുള്ള നേതാക്കൾ വരുന്ന ഒരു സ്ഥലമാണല്ലോ. EP ജയരാജനും PK ശ്രീമതി ഒരു പക്ഷമാണെന്ന് പറയുന്നു. P ജയരാജൻ മാറുന്നു വേറൊരു പക്ഷമാണെന്ന് പറയുന്നു. MV ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന പക്ഷമാണ് എന്ന് പറയുന്നു. ഈ രീതിയിലൊക്കെയുള്ള വിഭാഗീയ പ്രവണതകൾ പ്രാദേശികമായി ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രവർത്തന രേഖയിലില്ല എങ്കിൽ കൂടിയും അവിടെ ഉയർന്നു വന്നിട്ടുള്ളൊരു വിമർശനമായി കേൾക്കുന്നത് എന്താണ്? ആ വിമർശനം പറയുന്നത് പാർട്ടി സെൻറ്ററിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കണ്ണൂരിന് ആധിപത്യം കിട്ടുന്നു എന്നൊരു വിമർശനം ഉയർന്നു. അതും ഒരു വിഭാഗീയതയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗീയ പ്രവർത്തനം പ്രാദേശികമായും ജില്ലാ തലത്തിലുമൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പല തരത്തിലുള്ള ആരോപണങ്ങളല്ലേ ഈ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളുണ്ടല്ലോ. കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധം, അല്ലേ, റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടുള്ള ബന്ധം. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വൈശാഖൻ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്? വൈശാഖൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളടക്കമുള്ള ചാനലുകൾ പുറത്തേക്ക് വിട്ടൊരു വീഡിയോ ആണല്ലോ. എങ്ങനെയാണ് ക്വാറി മുതലാളിമാരുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന വൈശാഖനെയാണ് പിന്നീട്
പാർട്ടി പുറത്താക്കുന്നത്? നമ്മുടെ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് എന്താ പറഞ്ഞതെന്നേ? മനു തോമസ് പറഞ്ഞത് കൊട്ടേഷൻ സംഘവുമായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നും അവർ സ്വർണ്ണം പൊട്ടിക്കലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിമർശനങ്ങളൊക്കെ വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അതേപോലെ തന്നെയാണല്ലോ പാർട്ടിയുടെ LDFിൻ്റെ കൺവീനർ ആയിരിക്കുമ്പോൾ തന്നെ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ആയിരിക്കുമ്പോൾ തന്നെ EP ജയരാജൻപെട്ട വിവാദം ഉണ്ടല്ലോ, വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം. അപ്പോൾ ഈ രീതിയിൽ അനഭലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകളും പാർട്ടി തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ എതിരായിട്ട് വന്നിട്ടുള്ള വിമർശനങ്ങൾ എന്താണ്? ചില ഏരിയ കമ്മിറ്റിയിലുള്ള ആളുകൾ ഒളി ക്യാമറ വയ്ക്കുന്നു, പുകയില കടത്തുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നിരിക്കുമ്പോൾ കേൾക്കുന്നത് എന്താണ്? ആലപ്പുഴയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി MDMA-യുമായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രവണതകൾ പാർട്ടിക്കകത്ത് വളർന്നു വരുന്നുണ്ട് എന്നും അത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നും പാർട്ടിയുടെ നേതൃത്വം തിരിച്ചറിയുകയും അത് പാർട്ടി അണികളോട് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രവർത്തനം നടത്തിയേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ഇത്. ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയിലെ പ്രവർത്തകർക്കോ പ്രവർത്തകരെ നയിക്കുന്ന ഏതാനും നേതാക്കളോ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ട് എങ്കിൽ, അവർ വേറെ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും ഈ പാർട്ടിയുടെ സാധ്യതയാണല്ലോ അത് സ്വാധീനിക്കുക. നോക്കൂ, ഭരണം നടത്തി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാം നിങ്ങൾക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? എൻ്റെ മുന്നിൽ കാണുന്ന പാർട്ടി പ്രവർത്തകർ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, ആ പാർട്ടി പ്രവർത്തകർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിലുണ്ടല്ലോ അതേ സംബന്ധിച്ചുള്ള വിമർശനം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ കേരളത്തിൽ ഉടനീളം ഒരു വിഷയമായിരുന്നില്ലേ? ഒരു സ്ത്രീയുടെ ജഡം എടുത്തു വെച്ചുകൊണ്ടാണ് അന്ന് അവിടെ വലിയ പ്രകടനങ്ങൾ നടന്നത്. എത്ര മനുഷ്യർക്ക് ചികിത്സ കിട്ടാതെ പോയി. ഈ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വിഷയമായിട്ട് നിൽക്കില്ല. ഇതിപ്പോൾ ഈ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ അത് ചർച്ചയാക്കും. കേരളം ഉടനീളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ പാർട്ടിയെ ശുദ്ധീകരിക്കാതെ, പാർട്ടി പ്രവർത്തകരെ ശുദ്ധീകരിക്കാതെ, അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ പ്രവണതകളെ ഇല്ലാതാക്കാതെ CPM എന്നൊരു പാർട്ടിക്ക് നിശ്ചയമായും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല. ഇതിവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തുടർഭരണത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്നറിയോ? ധാർഷ്ട്യം എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശിക തലത്തിൽ അനുഭവിക്കാൻ കഴിയും. പാർട്ടി നേതാക്കളുടെ, ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ, ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ, ഏരിയ നേതാക്കളുടെയൊക്കെ ഒരു ധാർഷ്ട്യം ഉണ്ടാകുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ധാർഷ്ട്യമാണ്. അത് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പോലുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് പാർട്ടി വരുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ധാർഷ്ട്യത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളുമായി പെരുമാറാൻ തുടങ്ങിയാൽ അപ്പം തന്നെ പാർട്ടി ജനങ്ങൾ നന്വൽക്കരിക്കപ്പെടുമെന്നേ. ഈ പാർട്ടി, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളുമായി ഇടകലർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ജനപിന്തുണ ഉണ്ടാവുക. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന പാർട്ടിക്ക് അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും ശുദ്ധീകരണ പ്രക്രിയ നടത്തേണ്ടി വരുന്നുണ്ട്. അത് തിരിച്ചറിയുന്നുണ്ട് പാർട്ടി എന്നുള്ളത് നല്ല കാര്യം തന്നെ. അത് എത്രമാത്രം അടിയന്തരമായി ദൂരീകരിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ്. അവിടെയാണ് ഈ ഭരണ തുടർച്ചയുടെയൊക്കെ ഒരു പ്രശ്നം വരുന്നത്. ഇനി വളരെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കീഴ്ഘടകങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെ പാർട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ അവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. നല്ലത്. പക്ഷേ പ്രശ്നം എന്താണ്? 9 വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് CPM ആണ് ഭരിക്കുന്നത്. CPM നേതൃത്വം കൊടുക്കുന്ന LDF ആണ് ഭരിക്കുന്നത്. 9 വർഷത്തെ ഈ ഭരണത്തെക്കുറിച്ചൊരു വിമർശനം ഏതെങ്കിലും ഒരു ഘടകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമ്മേളനങ്ങളിൽ ഉയർന്നിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. ഇനി അതിനകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ, ഗ്രൂപ്പ് ചർച്ചകളിലൊക്കെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ അറിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, വെള്ളത്തിൽ കൊണ്ടുപോയി നഞ്ച് കലക്കരുത് എന്നുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കരണ്ടിയിൽ വെച്ച് PSC അംഗങ്ങൾക്ക് ശമ്പളം വാരിക്കോരി കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകളെ അവിടെ നിർത്തി സമരം ചെയ്യിക്കുന്നത് ശരിയല്ല, അതിനകത്ത് വീഴ്ച വരുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്. പക്ഷേ ഞാൻ പറയുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ടൊരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നിശ്ചയമായും ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ സർക്കാരിനെ വിമർശിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വൈകുന്നേരത്തെ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടുമ്പോൾ ഇന്ന് 5 പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു നിലപാടെടുത്ത് കൈയടിച്ച് പിരിയുകയാണോ ചെയ്യുക? അല്ലല്ലോ. 5 വാർത്തകൾ നന്നായി ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 3 വാർത്തകൾ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി നമ്മൾ പറയുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിമർശനം നമ്മൾ നടത്തുമല്ലോ. ഇത് എല്ലാ മേഖലകളിലും ഉണ്ടെന്നേ. അതുപോലെ തന്നെ ഭരണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, എന്തൊക്കെ ചെയ്യാൻ കഴിയാതെ പോയി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, മന്ത്രിമാരെല്ലാം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടിലെത്തിയുള്ള പ്രശ്നം എന്താണെന്നറിയോ? എവിടെയാണ് അവിടെ കറക്ഷൻ നടക്കുക? നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് ഒരു സ്വയം വിമർശനവും ആ സ്വയം വിമർശനം ഇല്ലാതെ പോവുകയാണ് എങ്കിൽ കറക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തികേന്ദ്രിതമായിട്ട്
ആയിട്ട് പാർട്ടി മാറുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള ഒരു പ്രശ്നം എപ്പോഴും എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായി അധികാരങ്ങൾ മാറുന്ന നമുക്ക് കാണാം. അത് ചൈനയിലാണെങ്കിലും കാണാം. ചൈനയിലാണെങ്കിൽ ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ പ്രസിഡന്റും പ്രസിഡന്റും രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റും ഒന്നായി മാറുന്ന അവസ്ഥ. അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിനെ പോലൊരാൾ നമുക്ക് വേറെ ആളെ കേൾക്കാൻ കഴിയില്ല. അതിപ്പം നോർത്ത് കൊറിയയിലാണെങ്കിൽ കിം ജോങ് ഉൻ. അങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ ലോകത്ത് തിരിച്ചടിയായിട്ടുള്ളത് ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രീകരണമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ സ്വയം വിലയിരുത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനെ പോലൊരു രാജ്യം ഇല്ലാതാകുന്നതിൻ്റെ കാരണം പോലും ഈ രീതിയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണക്രമത്തിനകത്ത് ഈ പറയുന്ന ഈ പവർ സെൻട്രലിസം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നയാൾ എം വി ഗോവിന്ദനാണെന്ന കാര്യത്തിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ പാർട്ടിയിലെ യഥാർത്ഥ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിമർശനങ്ങളില്ലാതെയായി പോകുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അങ്ങനെ വിമർശനങ്ങളില്ലാതായി പോയാൽ സ്വയം പരിശോധന ഇല്ലാതായി പോകും. സ്വയം പരിശോധന ഇല്ലാതായി പോയാൽ തെറ്റുതിരുത്തൽ നടപടികളുണ്ടാവില്ല. നമുക്ക് നമ്മുടെ കീഴ്ഘടകങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന അനഭിലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകളെ തിരിച്ചറിയാനും അതിനെ തിരുത്താനും നിർദ്ദേശിക്കാം. അത്തരത്തിൽ പാർട്ടിയുടെ ഒരു മെഷീനറിയെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാം. പക്ഷേ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വയം വിമർശനം അനിവാര്യമാണ്. അതിനകത്ത് തെറ്റുകൾ നിങ്ങൾ മനഃപൂർവ്വമായി തന്നെ കണ്ടെത്തണമെന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ഏറ്റവും ചെറിയ തെറ്റുകൾ പോലും കണ്ടെത്തി അത് ഉന്നയിച്ച് അത് തിരുത്തിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ വിശ്വാസ്യത നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വിശ്വാസ്യത ആർജിക്കണമെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധം, അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം, അനഭിലഷണീയങ്ങളായി മറ്റു പ്രവണതകളിൽ ഏർപ്പെടുന്ന പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അധിക സ്വത്ത്, അധിക വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചർച്ചകൾ നടത്തുന്നതും കറക്ഷനിലേക്ക് പോകുന്നതും നല്ലതാണ്. പക്ഷേ അപ്പോൾ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാമൂഴം ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എങ്കിൽ ഭരണതലത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ഒരു മുൻകൈ ഉണ്ടാകണം. ആ മുൻകൈ ഈ സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏതായാലും പുറത്തേക്ക് വരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഭദ്രവും, എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. മന്ത്രിമാരെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നു. മുഖ്യമന്ത്രി വളരെ നന്നായി പെർഫോം ചെയ്യുന്നു. പ്രകാശ് കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗം മുതൽ തന്നെ അതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാം ഭംഗിയായി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വിലയിരുത്തലിലേക്കാണ് പാർട്ടി പോകുന്നത് എങ്കിൽ പാർട്ടി ജനങ്ങളുടെ വികാരങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് ആശങ്കയുണ്ട്. ഏതായാലും ഈ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലെയും ശുദ്ധീകരണ പ്രക്രിയ നന്നായി നടക്കട്ടെ. ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പാർട്ടിക്ക് കൂടുതൽ ജനകീയമാകാൻ കഴിയുന്നുവെങ്കിൽ അത് നല്ലത്. എന്നാൽ ആ ശുദ്ധീകരണ പ്രക്രിയ എല്ലാ തട്ടുകളിലേക്കും എത്തണം. അത് മേൽത്തട്ടിലേക്കും എത്തേണ്ടതുണ്ട്. അതൊരു അനിവാര്യതയാണ്. മേൽത്തട്ടിൽ കൂടി കറക്ഷൻ സംഭവിക്കുമ്പോഴാണ് ജനങ്ങളുടെ ഒരു വിശ്വാസം പാർട്ടിക്ക് ആർജിക്കാൻ കഴിയുക എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.